ഇതൊന്ന് പിടിക്കേ. ഇത് വലിയ മതിൽ വെച്ചൂടാ. ഓട്ടോ തിരിച്ചിട്ടോ, എന്തും സംഭവിക്കാം. മാലു, ഉച്ചക്കുണ്ടാൻ അരി കുറച്ച് കൂടുതലിട്ടോ. അവിയലും കാളനും ഒക്കെ വെക്കാനുള്ള നേരം ഉണ്ട്, ഒന്നും കുറയ്ക്കണ്ട. കുഞ്ഞമ്മാവനാണ് നല്ല വിശപ്പും. അവിയലോ? എന്താ നമസ്കാരം. ഇത് തേങ്ങ, ഇത് കൊല. അപ്പൊ തേങ്ങ കൊല. ഹൈ, കുട്ടാന്റെ തണ്ടാണ മോന്റെ കടന്നില് കുറ്റി മാതിരി വീർത്തിരിക്കണേ. എന്താ തെളിച്ചോ? അതാക്ക് ഇത് കുറച്ച് ഉണ്ണിയപ്പ ശാരദാമ്മേ. അഷ്ടപുരോഹിണിക്ക് തറവാട്ടമ്പലത്തിൽ ഉണ്ണിക്കണ്ണ നേരിച്ചതാ. മാലുവിന് കുറച്ച് കൊണ്ടുവരാതിരിക്കാൻ മനസ്സ് വന്നില്ല. എവിടെ മാലുവും കുട്ടനും? കുട്ടളിയോ, കുട്ടളിയോ, അച്ചോട്ടിൻ തന്തി വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാ, അല്ലെങ്കിൽ വേണ്ട ഞാൻ ഇങ്ങോട്ട് വരാം. അളിയനും മരുമോളൊന്നും ഈ വീട്ടിലില്ല. പിന്നെ ഇത് ഓമനക്കുട്ടന്റെ വീടല്ലേ? അല്ല, ഇത് നമ്പീശന്റെ വീടാ. നിങ്ങളെന്താ കുടിച്ചിട്ടുണ്ടോ? ശാരദാമ്മേ, എന്താ ഈ നമ്പീശൻ പറയണേ? ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ. നമ്മുടെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. വെറുതെ ഒച്ച ഓളിയിട്ട് ആളെ കൂട്ടാതെ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നത് നല്ലത്. എടോ, താൻ എന്റെ മാലുവിനെ സ്റ്റൗ ഒട്ടിച്ച് കൊന്നല്ലേ? സത്യം പറയണോ? അവിടെ എന്റെ മാലും കുട്ടളിയിലും പോയി അന്വേഷിക്കണം. അപ്പോളേ നമ്മൾ തമ്മിലൊരു കരാറില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ മരുമോളെ നിങ്ങൾ കെട്ടിച്ചു. ചെക്കൻ താൻ തോന്നിയാണെന്ന് അന്വേഷിച്ചോ? അന്വേഷിച്ചില്ല. തന്തയുടെ ചൊല്ലുവിളിക്ക് വളർന്നതാണെന്ന് ചോദിച്ചോ? അതുമില്ല. അപ്പൊ പിന്നെ ചോദ്യം വേണ്ട, മര്യാദയ്ക്ക് ഇറങ്ങി പോവുക. വെറുതെ ചവിട്ടി കടി മേടിക്കരുത്. താൻ ഒലത്തും. എടോ, മര്യാദയ്ക്ക് ഞങ്ങൾ കുട്ടികൾക്ക് എന്ത് പറ്റിന്ന് പറ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് തീ വയ്ക്കും. കുട്ടളീന്റെ തന്തയ്ക്ക് പൂരപ്പാട്ടറിയോ? താനാരോ തന്നാരോ തന്നെ, താനാരോ താനാരോ, വാള് പിടിക്കണ കയ്യത് ചോരക്ക് ചോര, കൊല്ലാതെ കൊല്ലും, പറപ്പിച്ച് കൊല്ലി തുടർന്നു ഞാൻ. താൻ കുട്ടളീന്റെ തന്തോ അല്ല കാലിനോ? എന്റെ ദൈവമേ, വെളുക്കാത്ത പാണ്ടായല്ലോ. പാണ്ടല്ല, പുണ്ണായി. എന്നെ എന്റെ മോനെ ശത്രുക്കളാക്കി മാറ്റിയത് നിങ്ങളൊക്കെ കൂടിയാ. എന്നിട്ട് ഉമ്മർത്ത് വന്നെന്ന് മുണ്ടും മടയക്കുത്തി നിയമം പറഞ്ഞോണ്ടല്ലോ. നിയമം ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. അന്ന് ഞാൻ പറഞ്ഞതായി പടി ചവിട്ടരുന്ന്. ഇനി വന്ന രണ്ടിന്റെ മുട്ടിയേറിട്ട് ഞാൻ പൊട്ടിക്കും, പറഞ്ഞേക്കാം. ചേർത്ത് തല്ലി പൊട്ടിയ തനിക്കെന്റെ കൊപ്രപ്പണിയോ? ഒന്ന് പോണോ കിളവാ. അയ്യോ, ഇറങ്ങി പോയിക്കോളും രണ്ടുപേരും. പോവാനോ? പോണില്ല. ഞങ്ങളെ പിള്ളേർ എവിടെയെന്ന് പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പോണില്ല. അച്ഛന്റെ അടുത്ത് വഴിക്കിട്ട് ഇറങ്ങി പോയതാ രണ്ടാളും. എവിടെന്നറിയില്ല. ആ കുട്ടിക്കാണെങ്കിൽ വിശേഷമുണ്ട്. ശ്രദ്ധ വേണ്ട സമയ. എവിടെ അയച്ചാലും കുഞ്ഞിരാമൻ അവരെ കണ്ടുപിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം. ഇനി വഴക്കിനൊന്നും നിൽക്കണ്ട. വാ മോളെ. ഇനി എന്തിനാ ഇവിടെ നിക്കണേ? നമുക്ക് പോവാം. ചാക്കെടുത്തു. തല്ലി കൊണ്ടെന്ന് മാറി ചാക്ക് എടുക്കണോ? ചൗരണി എടുത്തിനാ മതി. കൊല ഞാൻ എടുക്കാം. ചുട്ടി, നമ്മള് വീട്ടിൽ ചെല്ലുമ്പോഴേ മാളുവിനെയും കുട്ടിനെയും കണ്ടെന്നേ പറയാവൂ. അതിന് നമ്മൾ കണ്ടില്ലല്ലോ. എടാ, എന്നാലും കണ്ടെന്നേ പറയാവൂ. നോണ, അത് ഞാൻ പറയാം. പക്ഷെ എനിക്ക് എന്ത് തരും? നിനക്ക് എന്ത് വേണേലും തരാം. എനിക്ക് ഐസ് ഫ്രൂട്ട് അടിച്ചരാം. സൂക്ഷിച്ച് കയറ്, തല പൊട്ടണ്ട. സൂക്ഷിച്ച് അങ്ങോട്ട് തള്ളു. എന്താണ്? ഒന്നുമില്ല, അങ്ങോട്ട് തള്ളിയിരിക്കും തണ്ടേ. എന്റെ പൊന്നെ ഇടത്തി, നമ്മുടെ മാലു സുഹൃതം ചെയ്തൊരു പെണ്ണ. അവിടെ അവക്ക് യാതൊരു കുറവുമില്ല. ഞങ്ങളങ്ങോട്ട് ചെല്ലുകയും മാലു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു കരച്ചില. ഓ, ഞാനങ്ങോട്ട് വല്ലാണ്ടായി. പിന്നെയല്ലേ മനസ്സിലായത് സന്തോഷം കൊണ്ടുള്ള ആനന്ദ കണ്ണീരാണെന്ന്. നുണഞ്ഞോ എന്റെ പൊന്നാര മോൻ അപ്പുറത്ത് പോയിരുന്നു നുണഞ്ഞോ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല, അവക്ക് വിശേഷമുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നു. അതിനിപ്പ എന്താ, നല്ല നേരം നോക്കി സൗകര്യം പോലെ ഞാൻ അവളെ കൊണ്ട് കാണിക്കാലോ. അതുപോലെ ഏടത്തീനെ അവളെ കുറിച്ച് ആലോചിച്ച് ആദ്യം പിടിച്ച അസുഖം കൂട്ടാതെ പോയി കിടക്കുക. സത്യം പറ, ശരിക്കും എന്താ ഉണ്ടായേ? ശരിക്കും ഉണ്ടായതല്ലേ ഞാൻ പറഞ്ഞത്. ഏടത്തിയെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. എടേ, ഓമനക്കുട്ടൻ ആ നമ്പീശനുമായിട്ട് പിണങ്ങി മാലൂനെയും കുട്ടി വീട് വിട്ടിറങ്ങിപ്പോയി. ഇപ്പൊ എവിടെയാ എന്താന്നൊരു പിടിയില്ല. ഞാനിട്ട് അന്വേഷിക്കാനും പോയില്ല. എന്റെ ഈശ്വര, എന്നിട്ട് നിങ്ങളെന്താ വിവരം ഏടത്തോട് പറയാതിരുന്നത്? മഹാഭാവമാണ് കേട്ടോ. ഇനി മഹാഭാവി, ഏട്ടത്തിക്കിനി അത് കേട്ട് വലിവ് കൂടിയാൽ മെഡിക്കൽ കോളേജിലേക്ക് എടുക്കണം. വലിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഓമനക്കുട്ടൻ എന്നെ പോലെയല്ല, അവനവന്റെ അച്ഛനെ പോലെയാ, വാശിക്കാരനാ. ആ വാശി മൂത്ത് കിട്ടിയാൽ നമ്മൾ ജയിച്ചു.
പിന്നെ ഇവിടെയുള്ളതെല്ലാം ശ്രുതിക്കല്ലേ, ശ്രുതിക്കുള്ളതെല്ലാം ഇവക്കല്ലേ. ഇടീ നോക്കി നിൽക്കാതെ ആ പേന എടുത്ത് 4 വരി എഴുതി അവനയക്കേ. അവനക്ക് നോക്കത്താത്ത ദൂരത്തിലല്ലേ. ഇനി വല്ല പട്ടാളക്കാരി അവന്റെ മനസ്സൊന്ന് കയറിയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചെല്ല് ചെല്ല്. തണ്ടേ എന്താടാ? അതെ, നമ്മള് വരണ വഴിക്ക് ഇവിടുന്ന് കൊണ്ടുപോയ തേങ്ങയും കൊലയും വിറ്റില്ലേ, അതിന്റെ കാശ് മുഴുവൻ എനിക്ക് തരണം. ഇല്ലാച്ചാ മാലുവിനെ സ്റ്റൗ പൊട്ടിച്ച് വന്ന കേസ് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എടാ വഞ്ചക, നിനക്ക് ഐസ്ഫ്രൂട്ട് മതി എന്നല്ലേ പറഞ്ഞത്? ഐസോട്ട് ഇങ്ങനെ കാണിച്ച് വലിഞ്ഞു പോയി. സ്വന്തം തന്തയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോടാ. നിങ്ങള് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടല്ലേ ഞാൻ ബ്ലാക്ക് ആയേ. ഓ എന്റെ ദൈവമേ, ഇവനെയൊക്കെ ഏത് നേരത്താണോ ഈശ്വര. എനിക്കത് മനസമാധാനത്തോടു കൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല. ആരൊക്കെത് നിങ്ങളെ കാണാറില്ലല്ലോ. ഞാനിവിടുന്ന് 2 ദിവസം മാറിയല്ലേ. എന്നാ മിഠായി, എന്നാ തിന്ന്. ആ നിനക്ക് തരാം മിഠായി. രാജേന്ദ്രൻ എന്തിനാ? ആ ലക്ഷ്മി എന്നാട്ടാ അടി. അങ്ങനെ കണ്ടാ ഈ ഏലൊക്കെ ഇങ്ങനെ കിടക്കണ കണ്ട ആശാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കതറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറിയേക്കാത്തത്. കണ്ടാ എന്ത് കഷ്ടാന്ന് നോക്ക്. എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ എന്തവിടെ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പൊ അപ്പോയിന്റ്മെന്റ് തരുന്ന പോലെ സർക്കാർ ആശുപത്രിയാ. എന്താ എന്താ ആശാനെ ഇതെന്ത് കോലാശാനെ? ആശാൻ ആകെ ക്ഷീണിച്ച് ഉറക്കമാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്തേ? വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം. എന്താടി ഒരു നാറ്റം? അതാണോ ഇത്ര അത്യാവശ്യം? ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്ന് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം പറഞ്ഞത് സൂക്ഷിക്കുന്നേ? മുഴുവൻ ഉറുമ്പും പാറ്റിയാ. അവസാനം നാറ്റും കാരണം ആരെ വഴിക്ക് വരാണ്ടാവും. അയ്യോ പൊള്ളി തീ. ചേട്ടാ തീ എന്തോന്ന് തരാം. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ കാടി തട്ടിയോ? സുഗുണം വരുന്നുണ്ട്. ആ കളഞ്ഞോ? നീ ആ പഴക്കൊല്ലെടുത്ത് തൂക്കു പോ. അരക്കുറ്റി പുട്ട്. ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കിട്ടട്ടെ, മാടിത്തരം കാട്ടി ഇത്തരം കിട്ടിയ പോരാ. അയ്യോ മുത്തശ്ശ വേണ്ട. ആരോടാ നീ കളിച്ചോന്നറിയോ? അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ? ഇതിന് അറിവില്ലായ്മ എന്നല്ല പറയാ, അഹങ്കാരം. എന്റെ ഭഗവാനെ, ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് രണ്ട് കൊടുത്തു വിടേണ്ടതാ. ധരിക്കണ്ട, പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ആ പോക, ഇറങ്ങുക. വാസുമതി തിരുവാ വിട തരൂ. അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ, എന്നോട് എന്തെങ്കിലും കാരണം തോന്നണെങ്കിൽ ഒരു STD വിളിക്ക. ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണോന്നേ ഇല്ല. അങ്ങോട്ട് ഇറങ്ങുക, പോവുക. അതിന് മാമള്ളി മാമ ഇടന്നെ വാ. ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും. ഫിർമിലെങ്കെ യു ആർ കെയർ ഫ്രീ. അയ്യോ
പാപ്പൻചേട്ടന്റെ ഫോട്ടോ പത്രത്തിലുണ്ട് നോക്കിയേ മന്ത്രിയുടെ അടുത്ത്. ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ? എന്നാ ഇതെന്തിനാ എനിക്ക് കൊണ്ട് തേച്ചോടാ. ഇതെന്റെ ഒരു സന്തോഷത്തിനല്ലേ. നിന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലാത്ത ചെയ്തോളാൻ പറയും. പൊക്കോ. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരശം മാത്രം ഇത് കുന്തം പോലെ ആയി പോയത്. അത് കുന്തം പോലെ അല്ല, അത് കുന്തം തന്നെയാണ്. സുന്ദരേശൻ അതിനകത്ത് ഇല്ലാതുക്ക. നേരെ തന്നെ അല്ല, അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ. പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച. ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ വരുമായിരുന്നില്ലേ. ഇപ്പൊ എന്റെ കുന്തം മാത്രമല്ലടാ ഇവിടെ ഉള്ളൂ. നിന്റെ കുന്തമെങ്കിലും ഉണ്ടല്ലോ, എന്റെ അതുകൂടിയില്ല. എന്നെ ആ പാപ്പച്ചൻ തള്ളി മാറ്റി. പാപ്പച്ചൻ പാവാടാ. ആ കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ. അയാൾ എന്റെ റേഷൻ കടയിൽ നിന്ന് സമയാസമയം റിഹേഴ്സലിന് വിട്ടിരുന്നെങ്കിൽ ഈ ദുഷന്തന്റെ വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ്. എങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുമായിരുന്നില്ലേ. എനിക്കിന്ന് കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം. എന്തോന്ന് നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടകോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും, റേഷൻ അരിയേക്കാളും നാറും. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. സുന്ദര വീഴും. താൻ ജോലി എന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ. ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കലാകാരൻ മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോഴി കോതമ്പ്. തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും. സുന്ദര നീ മിണ്ടരുത്, മിണ്ടരുത്. സുന്ദരശ വീട്ടു പോ. എന്നെ തൊട്ടു പോകരുത്. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ. കള്ളടിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. വീട്ടിൽ പോടാ, വീട്ടിൽ പോ. പത്രത്തിൽ ഫോട്ടോ വന്നെന്ന് കരുതി നീ കൂടുതൽ സൈൻ ചെയ്യില്ലേ. ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരൻ ദിവാകരനും മറച്ചു വിട്ട കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമായണൻ തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്. ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവെങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? പൈന്റ് പോട്ടെ, ഒരു കോട്ട ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? വീട്ടിൽ പോയാൻ പാപ്പറ്റം പറഞ്ഞാൽ ഞാൻ കേൾക്കും. ജവൻ കലാകാരനാ. കലാകാരന്റെ അടുത്ത് ബഹുമാനമുണ്ട്. നീ പാപ്പച്ച അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് അവന്മാരുടെ അടുത്തെല്ലാം പ്രതികാരം ചെയ്യണം. ശരി ശരി ശരി, നീ വീട്ടിൽ പോ. പാപ്പച്ചൻ പറഞ്ഞാൽ ഞാൻ പോവും. ട്രൗസർ ഇടാണ്ട് പോടാ. ഇങ്ങനെ വീട്ടിൽ പോടാ അങ്ങോട്ട്. ശവങ്ങള് കാലത്ത് തന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് പറ്റി പറ്റ പോലെയാ. മുഖം കാണാതിരിക്കാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇടടി. അവിടെ ഇരിക്കട്ടെ. എവിടെയായിരുന്നടാ ഇത്ര നേരം? അടുപ്പില് ഉസ്താദ് ഒരു കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ. വെള്ളം തൂക്കി എന്നെ നടു ഒടിഞ്ഞു. ഒന്നില്ലെങ്കിൽ കുളി പൈപ്പിന്റെ അടുക്കലേക്ക് ആക്കാം, അല്ലെങ്കിൽ പൈപ്പ് എടുത്ത് കുളിപ്പരയിൽ വെക്കാം. ഇതൊന്നും പറ്റില്ല, കുളി വേണ്ടെന്ന് വെക്കാം. വെള്ളം എടുക്കുമ്പോ എന്റെ തോല് കരിഞ്ഞു പോയി. എവിടെന്നോ വന്നൊരു പീറ പെണ്ണ് മരട്ടിന്ന് പറഞ്ഞ് ചോർന്നു പോകുന്നതാണ് ഉസ്താദിന്റെ വീര്യം. മതി ചലിച്ചത്. ഓപ്പേ അച്ചുട്ടിക്കാ. എന്താണ് ഇളിക്കുന്നേ? അല്ല, മനുഷ്യന്മാരുടെ ഒരു മാറ്റം കാണുമ്പോ എങ്ങനെ ചിരിക്കാണ്ടിരിക്കുക. കുളി എവിടെ ആക്കിയത് മോശമായി പോയി. പിന്നെ നിന്റെ വരയിലൊന്ന് കുളിക്കണോ? അത് ബാപ്പയോട് ചോദിക്കണം. ഓടിയോടുന്നു നിന്ന് കിണുങ്ങുന്നു. ഇങ്ങളെന്താന്ന് ചൂടാവണേ? അതെ, നമുക്കൊരു കാര്യമുണ്ട് പറയാൻ. നിങ്ങൾ ആരുടെ മുമ്പിലും തോക്കരുത്. എല്ലാവരുടെ മുമ്പിലും എന്നും വമ്പനെ കാണുന്ന ഞമ്മക്കിഷ്ടം. താത്തക്കുട്ടിയെ, ഈ ഒറ്റയാന്റെ കൊമ്പി തന്നെ വേണം ഊഞ്ഞാലാട്ടം. അവൾക്ക് നാണേ, എനിക്ക് നാണേ. വരണം വരണം. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് സ്വാഗതം.
ഇരിക്കണം പ്ലീസ് വിസിറ്റ്. സർക്കിൾ ഇൻസ്പെക്ടർ. ഓ, ഇവിടെ നിന്ന് പോയല്ലോ. സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ. എന്തിനാണാവോ അടിയനെ വിളിപ്പിച്ചത്? നന്ദി പറയാൻ. സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എന്നെ സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഉദ്യോഗ കയറ്റം വാങ്ങി തന്നതിന് ശേഷം നേരിട്ട് വന്നൊരു നന്ദി പോലും പറയാൻ പറ്റിയില്ല. വക്കാലത്ത് താങ്ക്സ് ഉണ്ട്രാ. നിന്നോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ടാ. ഔദ്യോഗിക കൃത്യനിർവഹണം എന്താണെന്ന് പഠിപ്പിച്ചു. അബ്കാരി കോൺട്രാക്ട് തന്നുകൊണ്ടിരുന്ന പാരിതോഷികം വാങ്ങിച്ചതിന് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചു. കൊള്ളി അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് ആദായ നികുതി വകുപ്പിൽ പരാതി അടപ്പിച്ചു. എന്നിൽ ജനസേവനം, ദേശീയബോധം, പൗരധർമ്മം, നീതിസാരം, സാമൂഹ്യ നന്മ, പ്രതിബദ്ധത ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ? നീ ഇതെനിക്ക് പണ്ടേ പഠിപ്പിച്ചു തന്നിരുന്നതിൽ കോമ്പോസിഷനിൽ 10ൽ 11 മാർക്ക് വാങ്ങിച്ചല്ലടാ. വൈകിട്ടാണെങ്കിലും പഠിപ്പിച്ചു തന്നതിൽ നന്ദിണ്ടാ. കാലത്തെ അത് കറക്റ്റ്. മനുഷ്യനല്ലാണ്ടാക്കി നീ എന്നെ. ഞാനിപ്പോ ഒരു ഡ്രാക്കുളടാ, ഡ്രാക്കുള. നിന്റെ ചോര കുടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് സ്ഥലമാറ്റം വാങ്ങി വന്നേക്കണേ. ഇത് തിരുവനന്തപുരം തലസ്ഥാനം. ഇവിടെ സ്ഥാനത്ത് കാണണമെങ്കിൽ തലപ്പത്തിരിക്കുന്നവരുടെ മുമ്പിൽ തല കുനിച്ചേ പറ്റൂ. നിന്റെ നിയമം ഇവിടുത്തെ യമകിങ്കരന്മാരുടെ മുമ്പിൽ വില പോവില്ല കുട്ടി. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അല്ല, ഉടുപ്പി ഹോട്ടല്. നീ അവർക്കെതിരെ പ്രതികരിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും നിന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി കഴിച്ച് ചാമ്പലാക്കും. പട്ടാപകല് പത്മതീർത്ഥത്തിൽ നിന്നെ മുക്കിക്കൊന്നാലും കൈ കെട്ടി നോക്കി നിൽക്കണോടാ. ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗം നിർത്തിക്കാനും കൈയടിക്കാറുണ്ട്. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അതാണ് അതിന്റെ ശരി. നീ നിന്റെ പണി മര്യാദയ്ക്ക് എടുത്തോ. പോലീസുകാരുടെ പണി അവരെടുത്തോളും. ആ DGP കുര്യൻ സാറിന്റെ മകൾക്കെതിരെ ട്രാഫിക് നിയമ ലംഘനത്തിന് കേസ് ചാർജ് ചെയ്യണോ വേണ്ടേന്ന് ഞങ്ങള് തീരുമാനിക്കും. ഇത് പോലീസ് മാമിന്റെ പണിയാ. അത് ശരിയാ. നിങ്ങളൊക്കെ വല്യങ്ങത്തിന്റെ പണിക്കാരാണല്ലോ. ടു സെർവ് പീപ്പിൾ ആൻഡ് പ്രൊട്ടക്ട് ലോ എന്ന് നാട് നില എഴുതി വെച്ചോട് മാത്രമായില്ല സാറേ. പോലീസുകാരെ എന്നെ നിയമം തെറ്റിച്ച അത് നിസ്സാരമായി തള്ളിക്കളയുന്ന നാരായണൻകുട്ടിക്ക് ആവില്ല. ഇതേ സ്വാതന്ത്ര്യം കിട്ടിയ നാടാ. ഓ, ഒന്ന് പതുക്കെ. ശവം അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചത്ത്. ഇതല്ല ഉസ്താദ് തന്നു വിട്ടതാ. 2 ദിവസത്തേക്കുള്ളതാ. 2 ദിവസത്തേക്ക് ഇത്രയും സാധനങ്ങളോ? ഞാൻ ആദ്യം കരുത് ഉസ്താദ് എന്താ ആദ്യം കച്ചവടം ചെയ്യാൻ പോവാനാന്നാ. പിന്നീട് എനിക്ക് വിവരം മനസ്സിലായത്. ഇത് കണ്ടോ, ഇത് നിറയെ വിറ്റമിൻസാ. ABCD മുതൽ PWD വരെ ഇതിനകത്തുണ്ട്. പടവലം കൊണ്ട് വലുപ്പം കണ്ടെന്റെ പെങ്ങളെ പെരുമ്പാമ്പ് പോലെയാ. ഇത് പിടിച്ചേൻ. എന്റെ അമ്മോ, ഇനിയും 2 ലോഡ് സാധനങ്ങൾ ഇറക്കാനുണ്ട്. ഇതെല്ലാം ഞാൻ അകത്ത് കൊണ്ടുവയ്ക്കാം. പെങ്ങളെന്റെ പിന്നാലെ പോലെ. പേടിച്ചല്ലേ? ഞാൻ എന്നും വരും. അച്ഛനെങ്ങാനും അറിഞ്ഞ? ഓ, പിന്നെ നിന്റെ ഒരു അച്ഛൻ എങ്ങനെ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞ. ഓടിക്കോ ഓടിക്കോ. നമ്മളെ പാപ്പച്ചനാണല്ലോ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്തു പറ്റിയടാ? പാപ്പച്ച, എടാ, നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനും ചെയ്തില്ല. മോനെ എന്താ പറ്റിയെന്ന് അത്തുക്കനോട് പറയും. എനിക്കൊന്നും മനസ്സിലായി. ഞങ്ങളാരും ചോദിച്ചു എന്ത് പാപ്പച്ച, എന്ത്? എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ. അയ്യോ, എന്റെ മോനെ, എന്റെ ഈശ്വര, വട്ടായി പോയെന്ന് തോന്നുന്നു. എന്റെ കർത്താവേ. പിടിക്കവിടെ. കരയണ്ടാട്ടാ, ശരിയാക്കി തരാം. എന്താ ചെയ്യാ? എന്റെ സൗണ്ട് ശരിയായി. അമ്മേ, വളരെ ഉപകാരമാ.
ആ